ഡെയ്സി എന്നുള്ള ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പടം അത്യാവശ്യം നല്ല രീതിയിൽ ബോക്സ് ഓഫീസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ കളക്ഷൻ തൂക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി കൂടിയാണ്. ഈ ഒരു പടത്തിൻ്റെ അത് ലോകേഷ് കനകരാജ് ഉണ്ട്, അതുപോലെ തന്നെ വാമിക ഗബ്ബി ഉണ്ട്, പിന്നെ കുറച്ച് അധിക പ്രശസ്തരല്ലാത്ത കഥാപാത്രങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു പടം ശരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തൂക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ പടത്തിൻ്റെ അത് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടുണ്ട്. നല്ല രീതിയിൽ ഗ്രിപ്പിംഗ് ആയിട്ടാണ് പടം പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള, ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള അമ്മാതിരി ഒരു സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ അമ്മാതിരി കഥയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന്. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ വേസ് ഓക്കെയാണ്, സ്റ്റോറി ടെല്ലിങ് സെറ്റാണ്. പക്ഷേ കഥ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു കഥയോ കാണാത്ത കഥാപാത്രങ്ങളോ ഒന്നുമല്ല. നോട്ട് അറ്റ് ഓൾ എ ഡിഫറെൻറ്റ് സ്റ്റോറി. സ്ഥിരമായിട്ടുള്ള ക്ലീഷേ കഥ. ഓക്കെ, റിവഞ്ച്, അടി ഇട്ടി, വിട്ട് കുത്ത്, ഫൈറ്റ്, നായകൻ്റെ കൂടെ നിൽക്കുന്ന നായിക, നായികയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്ന നായകൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കുറേ അധികം ക്ലീശകളുണ്ട്. ബട്ട് ഈ പടം സ്കോർ ചെയ്യുന്ന എവിടെയാണെന്നറിയോ? ഒന്നുമല്ല, ഇതിൻ്റെ വേ ഓഫ് മേക്കിങ്, ആ ഒരു കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, സ്റ്റോറി ടെല്ലിങ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഡിവൈസ് മ്യൂസിക്കാണ്. അനിരുദ്ധ് മാൻ, ഇങ്ങനെ ഒരു സീൻ്റെ കാര്യം ഞാൻ പറയാം. പർട്ടിക്കുലറായിട്ട് ഒരുപാട് നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് ഒരു പർട്ടിക്കുലറായിട്ടുള്ള ചെറിയ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതാണല്ലോ. അപ്പോൾ മെയിനായിട്ട് ഒരു സ്ഥലം, സ്പോയിലറായതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ ലോകേഷ് കനകരാജ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അനിയുടെ ഒരു മ്യൂസിക് ഉണ്ട്. ഓക്കെ, ഉമ്മാതിരി സാധനം, എജ്ജാതി ഐറ്റം. ആ മ്യൂസിക് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഇമോഷൻ നമുക്ക് പേഴ്സണലി ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറുടെ ഏറ്റവും വലിയ സ്കില്ല്. ആ ഒരു സ്കില്ല് ശരിക്കും ഇതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. അതായത് ഒരു സിനിമയുടെ ലക്ഷ്യം എന്താ? നമ്മളെ ആ സ്ക്രീനിൽ സംഭവങ്ങൾ കാണിക്കുന്നു, അപ്പോൾ ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമുക്ക് കൈയടിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ആ ഇമോഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളിടത്താണ് ഒരു പടത്തിൻ്റെ വിജയം. ഈ ഒരു പടത്തിൻ്റെ ഭാഗത്ത് ഒരു ഏരിയയിൽ അത് ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്ലൈമാക്സിൽ സിമിലറായിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഭയങ്കര ഹെവി ആയിട്ടാണ്. അതുപോലെ തന്നെ ലോകേഷ് കനകരാജിൻ്റെ കുറേ എൻട്രികളുണ്ട്. ചുമ്മാ വെറുതെ പുള്ളി വരുവുള്ളൂ, ഒരുപാടൊന്നും കാണിക്കില്ല. പുള്ളിയുടെ മുഖം കാണിക്കാനായിട്ട്, പുള്ളിയുടെ ആ ഒരു ഗസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് പുള്ളി പ്രത്യക്ഷപ്പെടുകയുള്ളൂ. പക്ഷെ പ്രത്യക്ഷപ്പെടുന്ന ഏരിയകളിൽ പുള്ളി നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്നത് അനിരുദ്ധിൻ്റെ മ്യൂസിക്, BGM വെച്ചിട്ടുള്ള കളിയാണ് മൊത്തം. ചില ആംഗിളുകളിൽ, ചില സ്ഥാനങ്ങളിലൊക്കെ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും ലോകേഷ് കനകരാജ് തന്നെയല്ലേ ഈ പറഞ്ഞ പുള്ളിയുടെ പഴയ പല സിനിമകളിലെയും സീനുകളിലെ ആ ശരിക്കുള്ള ആൾ പുള്ളി തന്നെയാണോ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. ലിയോയിലൊക്കെ സീൻ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ അകത്ത് കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. സ്പോയിലറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ കുറേ ഐക്കോണിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ലോകിക്ക് പണി അറിയാം. ഡയറക്ഷൻ മാത്രമല്ല, ആക്ടിങ്ങിൽ ശരിക്കും ലിവ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് പുള്ളി ഒരു പടത്തിലൂടെ ശരിക്കും കാണിക്കുന്നുണ്ട്. പുള്ളി ഓവറായിട്ടുള്ള ഇമോഷൻസോ ഓവറായിട്ടുള്ള കട്ടായങ്ങളോ ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ആ ഒരു കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ, ഈ ഒരു കഥാപാത്രം തന്നെ ഒരു പ്രത്യേക കഥാപാത്രം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ കഥാപാത്രത്തിന് കൂടുതലായിട്ടുള്ള ഇമോഷൻ പ്രകടിപ്പിക്കുന്ന പരിപാടിയില്ല, കൂടുതൽ സംസാരിക്കില്ല, കൂടുതൽ ആട്രോസിറ്റീസ് ഒന്നുമില്ല. കറക്റ്റ് മീറ്ററിൽ പുള്ളിയുടെ കാര്യം ചെയ്യുന്നു, പുള്ളി പോകുന്നു, പുള്ളിക്ക് വേണ്ടത് എന്താണോ പുള്ളി അത് മാത്രം ടാർഗറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ടീമാണ് ഈ ഒരു പടത്തിൻ്റെ അകത്തെ ലോകേഷ് കനകരാജിൻ്റെ ക്യാരക്ടർ ദേവദാസ്. സോ അത് ശരിക്കും പുള്ളി അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ. വാമിക ഗബ്ബി ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ അത് അതേപടി ക്യാരക്ടറിൻ്റേതായിട്ടുള്ള ഇമോഷൻസ്, എക്സ്പ്രഷൻസ് മുഖത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു അഭിനേത്രിയുടെ, ഒരു ആക്ട്രസിൻ്റെ ഏറ്റവും വലിയൊരു സ്കില്ലാണ്, ഒരു പ്ലസ് പോയിൻ്റാണ്, അഡ്വാൻറ്റേജാണ്. ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പുള്ളിക്കാരത്തേക്ക് പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് പുള്ളിക്കാരത്തിനെ നല്ല രീതിയിൽ ഈ പടത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. പടം മൊത്തം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു CGI ചെയ്തേക്കുന്നത് തന്നെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക മൊത്തം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടമാണ്, ഒരിടത്തും നിൽക്കുന്നില്ല. പക്ഷേ ഫിലിം മേക്കിങ്ങിൻ്റെ നോർമലായിട്ടുള്ള ആ റൂൾസ് ഒന്നും പാലിക്കാതെ
ഇങ്ങനെ ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ച് ബട്ട് സ്റ്റിൽ ഓഡിയൻസിനെ ഗ്രിപ്പ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു പടത്തിന് എൻറ്റയർ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. എല്ലായിടത്തും ആ ഒരു മീറ്റർ ഇമോഷൻ കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് കൊണ്ടുപോയി ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബെസ്റ്റ് മൂവി. തിങ്ക് ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ട് നല്ലൊരു പടം തന്നെയാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്.